ദിനകരൻ ചോദിച്ചു. ചെമ്പിലോട്ടുകാവിലെ 100 തെയ്യങ്ങളിൽ ഈ തോട്ടുങ്കര ഭഗവതി ഉണ്ടോ പണിക്കരെ? ഇല്ല. അതെന്താ? പാപ്പിനിശ്ശേരിന്ന് തോട്ടുങ്കര പോതി നേരെ വന്നുകൂടിയത് ഈടെ പണ്ട് ഉണ്ടായിരുന്ന ചെറുവാക്കര തറവാട്ടിലായിരുന്നു. ചെമ്പിലോട്ടുകാരുമായി ഇവർക്ക് കുടിപ്പകയായിരുന്നു. ഒരു ദുർമരണം ഉണ്ടായപ്പോൾ രാത്രിക്ക് രാത്രി ചെറുവാക്കരക്കാര് എങ്ങോട്ടോ പലായനം ചെയ്തു. തറവാട്ടിൽ കുടിയിരുത്തിയ തോട്ടുങ്കര പോതി കോലമില്ലാണ്ട് അനാഥയായി. നിങ്ങൾ ഇപ്പൊ താമസിക്കുന്ന ദിക്കിൽ എവിടെയോ ആണ് ചെറുവാക്കരക്കാര് പണ്ട് താമസിച്ചിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. ഇക്കാര്യം പണിക്കർ മുൻപൊരിക്കൽ പറഞ്ഞത് ദിനകരന് ഓർമ്മയായി. ഇറങ്ങാൻ നേരം ധർമ്മൻ കൂട്ടിച്ചേർത്തു. ഈയിടെ ഒരീസം നിന്റെ കെട്ടിയോൾ ഈടെ വന്ന് തോട്ടുങ്കര പോതിയുടെ കഥ ചോദിച്ചിന്. ദിനകരൻ വാ പൊളിച്ചു. എന്നിട്ട്? ഞാൻ ഈ കഥ ഓളോടും പറഞ്ഞ്. ഓ. ദിനകരൻ ധൃതിയിൽ വീട്ടിലേക്ക് നടന്നു. കടന്നൽ കൂട്ടം പോലെ 100 ചിന്തകൾ അയാളെ വട്ടം ചുറ്റി. മുറ്റത്ത് ഊർമിളയെ കണ്ടതോടെ ചോദിക്കാനാഞ്ഞതൊക്കെ വിഴുങ്ങിയിട്ട് പറഞ്ഞു. മരുന്നൊന്നും വേണ്ടാന്ന് പണിക്കര് പറഞ്ഞു. നെറ്റി തൊട്ടു നോക്കി പനിയില്ലെന്ന് അവൾ സമാധാനിച്ചു. രാത്രി അത്താഴം കഴിഞ്ഞ ശേഷം ദിനകരൻ മനസ്സിൽ കരുതി വെച്ചത് ഉരുക്കഴിച്ചു. രാത്രിയാകുമ്പോൾ ഈ വഴിക്ക് ഏതോ തെയ്യത്തിൻ്റെ പോക്കുവരവുണ്ട്. ഉറക്കം തീരെ ശരിയാവുന്നില്ല. ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടാലോ? നീയും കൂടി വരണം, ഊർമിള ചെടുതിയിൽ പറഞ്ഞു. ഞാനും വരാം. കുറച്ച് ദിവസമായി ഞാനും ഇത് പറയാൻ വിചാരിക്കുന്നു. ബലരാമൻ ഡോക്ടറാ നല്ലത്. അയാളാവുമ്പോൾ. ദിനകരൻ പെട്ടെന്ന് നിർത്തി. 10-20 കൊല്ലം മുമ്പ് ഊർമിള കഠിനമായ വിഷാദത്തിൽപ്പെട്ടപ്പോൾ രക്ഷിച്ചെടുത്ത ആളാണ്. ഊർമിള തലകുനിച്ചു. അതെല്ലാം മറന്ന കാലമാണ്. വീണ്ടും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാലം. 2 നാൾ കഴിഞ്ഞാണ് അപ്പോയിൻമെന്റ് കിട്ടിയത്. നീണ്ട കാലത്തിന് ശേഷം കാണുകയാണെങ്കിലും ഡോക്ടർക്ക് ഇരുവരെയും വേഗം ഓർമ്മ വന്നു. ഊർമിളയെ പുറത്തിരുത്തി ദിനകരൻ എല്ലാം വിശദമാക്കി. ചില രാത്രികളിൽ അവൾ തോട്ടുങ്കര ഭഗവതിയായി വേഷം കെട്ടി ആടുന്നുണ്ട്. പണ്ടത്തെ വിഷാദ രോഗത്തിൻ്റെ തുടർച്ചയായിരിക്കുമോ ഇതും? തനിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാണ് അവളെ കൂട്ടി വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ വരാൻ മടിച്ചാലോ? എല്ലാം കേട്ട ശേഷം ദിനകരനെ പുറത്താക്കി ഡോക്ടർ ഊർമിളയെ അകത്തേക്ക് വിളിപ്പിച്ചു. അരമണിക്കൂറിനകം അവൾ പുറത്തേക്ക് വന്നു. മുഖം കരഞ്ഞു ചുവന്നിട്ടുണ്ട്. ഇടർച്ചയോടെ അവൾ പറഞ്ഞു, ഡോക്ടർ വിളിക്കുന്നു. ദിനകരൻ ഉള്ളിലേക്ക് കയറി. കസേരയിൽ ഇരുന്ന് മുന്നോട്ടാഞ്ഞു. എന്തായി ഡോക്ടർ? പുഞ്ചിരിയോടെ ഡോക്ടർ ആരാഞ്ഞു. ഊർമിള ഇപ്പോൾ കവിത എഴുതാറുണ്ടോ? ഇല്ല ഡോക്ടർ. അന്നത്തെ സംഭവത്തോടെ നിർത്തി. എഴുതിക്കൊള്ളാൻ ഞാൻ സമ്മതം കൊടുത്തതാ. പക്ഷേ. ഡോക്ടർ മന്ദഹാസം വെടിഞ്ഞു. ഒരാൾക്ക് കവിത എഴുതാനും പാടാനുമൊക്കെ മറ്റൊരാളുടെ സമ്മതം ആവശ്യമുണ്ടോ? ഭർത്താവാണെങ്കിൽ പോലും? കുറ്റബോധത്തോടെ ദിനകരൻ ചോദിച്ചു. ഊർമിള അതൊന്നും മറന്നിട്ടില്ലേ ഡോക്ടർ? കുട്ടികളില്ലാത്തതിൻ്റെ വിഷമം പോലെ അതും അവൾ ബോധമനസ്സിൽ അന്നേ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അബോധത്തിൽ എല്ലാം ഉണർന്നു കിടപ്പുണ്ടാകില്ലേ? അത്രമാത്രം ഭ്രാന്ത് അവൾക്ക് കവിതയോടുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അവളന്ന് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയത്? അത് മറന്നോ? മറന്നില്ലെന്ന് ദിനകരൻ തലയാട്ടി. കല്യാണം കഴിഞ്ഞ് 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് അവളുടെ കല്യാണപ്പെട്ടിയിൽ മറഞ്ഞു കിടന്ന രഹസ്യം കണ്ടത്. ഒരു നോട്ട് പുസ്തകം. തുറന്നു നോക്കിയപ്പോൾ കവിതകളാണ്. കുട്ടിക്കാലം മുതൽ പത്രങ്ങളിലും വാരികകളിലും മറ്റും എഴുതിയ കവിതകൾ എല്ലാം ഭംഗിയായി മുറിച്ചൊട്ടിച്ചിരിക്കുന്നു. ദിനകരന് ഭയങ്കരമായ വെറുപ്പും ദേഷ്യവും വന്നു. കവിതാപുസ്തകം അടുപ്പിലിട്ട് കത്തിച്ചു. കവിതകൾക്ക് തീ പിടിക്കുന്നത് കാണാൻ രസമായിരുന്നു. അവൾ വീട്ടിലുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ അയാൾ കൈമലർത്തി. ഏതാണ്ട് 1 വർഷം കഴിയുമ്പോഴേക്കും പെട്ടി പെറ്റതുപോലെ അതാ മറ്റൊരു നോട്ട് പുസ്തകം. കുനുകുന എഴുതി നിറച്ചിരിക്കുകയാണ് കവിതകൾ. അതും രഹസ്യമായി കത്തിച്ചു. ചോദിച്ചപ്പോൾ എന്ത് പുസ്തകം എന്ന് ദേഷ്യപ്പെട്ടു. 5-6 കൊല്ലത്തിൽ 4 പുസ്തകങ്ങൾ കൂടി അഗ്നിക്കിരയാക്കി. 6ാമത്തെ പുസ്തകം കത്തുന്ന സമയം അപ്രതീക്ഷിതമായി അവൾ അടുക്കളയിലേക്ക് കയറി വന്നു. തൻ്റെ പ്രാണനായ കവിതകൾക്ക് തീപിടിക്കുന്നത് നേരിൽ കണ്ട് ഊർമിള മരവിച്ചു നിന്നു. ഉടലിന് ജീവൻ വന്നപ്പോൾ ഒരു വാക്കും മിണ്ടാതെ അവൾ വേച്ച് കിടപ്പുമുറിയിലേക്ക് നടന്നു. വാതിലടച്ച് ഫാനിന് സാരി കെട്ടുകയായിരുന്നു. നിലവിളിച്ചീളുകേട്ട് ഓടിയെത്തി വാതിൽ ചവിട്ടി പൊളിച്ചു. സാരി അറുത്തുമാറ്റി നിലത്ത് കിടത്തുമ്പോൾ ജീവൻ അല്പം ബാക്കിയുണ്ടായിരുന്നു. സുഖമായി വീട്ടിൽ തിരിച്ചെത്തിയ ദിവസം ദിനകരൻ മനസ്സ് തുറന്നു. എന്തു വേണമെങ്കിലും നീ എഴുതിക്കോ, ഇനി ഞാൻ ഒന്നും കത്തിക്കില്ല. അവൾ വല്ലാത്തൊരു ചിരി ചിരിച്ചു. കൊല്ലുന്ന ചിരി. ഡോക്ടർ മേശമേൽ കൈമുട്ടുകളൂന്നി പ്രസ്താവിച്ചു. ഊർമിളയുടെ ഉള്ളിൽ മാത്രമല്ല, ഓരോ സ്ത്രീയുടെ ഉള്ളിലും ഓരോ തോട്ടുങ്കര ഭഗവതി ഉണ്ട് ദിനകര.
തീപിടിച്ച ഉടലോടെ നിലവിളിച്ചുകൊണ്ട് വിശ്രമമില്ലാതെ പരക്കം പായുന്നവൾ അല്ലേ? ദിനകരൻ ആശ്ചര്യപ്പെട്ടു. അതാണോ ഡോക്ടർ ഊർമിള ചില രാത്രികളിൽ തോട്ടുങ്കര പോതിയായി വേഷം കെട്ടിയാടുന്നത്? കുറച്ച് നിമിഷങ്ങൾ ദിനകരന്റെ കണ്ണുകളിൽ ഉറ്റുനോക്കിയ ശേഷം ഗൗരവത്തോടെ ഡോക്ടർ പ്രതിവചിച്ചു. ദിനകരൻ സംയമനത്തോടെ കേൾക്കണം. ഊർമിളയല്ല വേഷം കെട്ടുന്നത്. ചായ്പിനകത്ത് ഇടയ്ക്ക് തോട്ടുങ്കര ഭഗവതിയായി വേഷം കെട്ടിയാടുന്നത് ദിനകരനാണ്. ദിനകരന്റെ കണ്ണ് തുറിച്ചു. ആ, ഞാനോ? അതെ, ദിനകരന്റെ അബോധത്തിലെ കുറ്റബോധമായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഡോക്ടർ ഊർമിള. അതൊക്കെ ഇല്യൂഷനാണ് ദിനകരൻ. സത്യം ഇതാണ്. ഡോക്ടർ മൊബൈൽ തുറന്ന് ഒരു വീഡിയോ പ്ലേ ചെയ്തു. ദിനകരൻ കണ്ടു തൻ്റെ വീട്ടിലെ ചായ്പുമുറി. ചങ്ങലാട്ടയുടെ നറുവെളിച്ചത്തിൽ മുഖത്ത് മഞ്ഞൾപ്പൊടി വാരിത്തേച്ച്, നെറ്റിയിൽ ബെൽറ്റ് കെട്ടി, കൈകാലുകളിൽ എന്തെല്ലാമോ അണിഞ്ഞ്, അരയിൽ ചുവന്ന തോർത്തു ചുറ്റി, അടുക്കളച്ചട്ടുകം വാൾ പോലെ ഉയർത്തിപ്പിടിച്ച് പേക്കോലം തുള്ളുകയാണ് താൻ. പരിഭ്രാന്തനായി ദിനകരൻ ചോദിച്ചു, ഇതെവിടുന്ന് കിട്ടി? ഊർമിള കുറച്ചു മുൻപ് എനിക്ക് ഫോർവേഡ് ചെയ്തതാണ്. സാരമില്ല ദിനകരൻ, വറി ചെയ്യണ്ട. ഇതിനൊക്കെ സൊല്യൂഷനുണ്ട്. കുറച്ച് ടാബ്ലറ്റ് കഴിച്ചാൽ മതി, വേഗം മാറിക്കോളും. ദിനകരൻ എഴുന്നേറ്റു. ഫീസ് വാങ്ങി വലിപ്പിലിട്ട ശേഷം തത്വജ്ഞാനിയെപ്പോലെ ഡോക്ടർ പുഞ്ചിരിച്ചു. ദിനകര, സത്യത്തിൽ പെണ്ണു മാത്രമല്ല, ഈ ഭൂമിയിൽ പിറന്നു പുലരുന്ന മനുഷ്യരെല്ലാം തലയിലും അരയിലും തീ പിടിച്ച കോത്തിരികളുമായി കുറച്ചു കാലം ഉറഞ്ഞാടി ഒടുക്കുന്ന തോട്ടുങ്കര ഭഗവതിമാരാണ് അല്ലേ? ദിനകരൻ തലകുലുക്കി. യാത്ര പറഞ്ഞ് അടഞ്ഞുകിടന്ന വാതിലിന് നേർക്ക് ധൃതിയിൽ നടന്ന് വാതിൽ തുറക്കാനാഞ്ഞ് ദിനകരൻ ചിലമ്പൊച്ച കേട്ട് നടുങ്ങി വെപ്രാളത്തോടെ തിരിഞ്ഞു നോക്കി. വലിപ്പിൽ നിന്ന് ചിലമ്പെടുത്ത് കിലുക്കിക്കൊണ്ട് മേശപ്പുറത്ത് വെക്കുകയാണ് ഡോക്ടർ. പിന്നെ വെള്ളിയിലുള്ള തലപ്പാളിയെടുത്ത് ശ്രദ്ധിച്ച് നെറ്റിക്ക് മുകളിൽ കെട്ടി. അവിശ്വസനീയമായ ആ കാഴ്ചയിലേക്ക് ദിനകരൻ കണ്ണുകൾ രണ്ടും ഇമവെട്ടാതെ തുറന്നു പിടിച്ചു. എഴുന്നേറ്റ് നിന്ന ഡോക്ടറുടെ മുഖത്ത് ചുവന്ന വരകളും കുറികളും നിറഞ്ഞു. തലയിൽ തിരുമുടി കനത്തു. മാറിൽ വലിയ മാർവട്ടം ഇളകിത്തുളുമ്പി അരയോടെ വിരിഞ്ഞു. ഒടയുടെ ചുറ്റും പന്തങ്ങൾ കത്തി. തലയിൽ കോത്തിരികൾ ജ്വലിച്ചു. കാലിൽ ചിലമ്പുകൾ മുക്രയിട്ടു. ശൂന്യതയിൽ നിന്ന് വലിച്ചൂരിയെടുത്ത വെള്ളിവാൾ കയ്യിലേന്തിയ തെയ്യം അലർച്ചയോടെ മേശപ്പുറത്ത് ചാടിക്കയറി വട്ടം ചുറ്റി ഉറയാൻ തുടങ്ങി. ഹിയേ ഹിയേ! ദിനകരൻ വിറക്കുന്ന കൈകൾ കൂപ്പിക്കൊണ്ട് നിലത്ത് മുട്ടുകുത്തിയിരുന്ന് തോട്ടുങ്കര ഭഗവതിയെ തൊഴുതു.